കഴിഞ്ഞ 2 തവണയിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാം ടേമിൽ മോദി സർക്കാർ കഷ്ടിച്ചാണ് അധികാരം പിടിച്ചത്. ഏതു പൊതു തിരഞ്ഞെടുപ്പ് വന്നാലും രാജ്യം ഉറ്റുനോക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. UP പിടിച്ചാൽ രാജ്യഭരണം നേടാമെന്ന് നാളുകളായുള്ള കീഴ്വഴക്കമാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി യോഗിയുടെ UPയിൽ BJPക്ക് ഈസി വോക്കോവർ ആയിരുന്നില്ല. ഇതോടെ ഉത്തർപ്രദേശ് BJPയിൽ വിഭാഗീയത രൂക്ഷമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും UP BJP അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിക്കും എതിരെ പാർട്ടിയിൽ പടയൊരുക്കം നടക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഭിന്നത അവസാനിപ്പിക്കാൻ സംസ്ഥാന ഘടകം പുനഃസംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ BJP കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം നേടാൻ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് രാജിവെക്കാനുള്ള സന്നദ്ധ UP BJP അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഭൂപേന്ദ്ര ചൗധരിയെ മാറ്റി OBC വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കാനാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ ഭൂപേന്ദ്ര ചൗധരി ജാട്ട് സമുദായത്തിൽ നിന്നുള്ളതാണ്. 2022 ചൗധരി UP BJP അധ്യക്ഷനായത്. അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ഉയരുന്ന എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിക്കാൻ UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. 2019 62 സീറ്റുകൾ ഉണ്ടായിരുന്ന BJPക്ക് 2024 എത്തിയപ്പോൾ 33 കുറഞ്ഞു. കഴിഞ്ഞ 2 തവണയും BJP തന്നെയായിരുന്നു സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയത്. 2027 സംസ്ഥാനത്ത് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുക. അതേസമയം പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം പുറത്തറിയുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് എതിർപ്പുകളുണ്ട്. സംഘടനയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തി പുറത്തുവരുന്ന വാർത്തകളെയും വിഭാഗീയതയെയും ചെറുക്കാനാണ് BJP തീരുമാനം. അതേസമയം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പരോക്ഷ വിമർശനം നടത്തിയിരുന്നു. സർക്കാരിനേക്കാൾ വലുതാണ് സംഘടനയെന്നും സംഘടനയേക്കാൾ വലുതായി ആരുമില്ലെന്നും കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പാർട്ടി യോഗത്തിൽ മൗര്യ പറഞ്ഞു. അതേസമയം BJPയിലെയും സർക്കാരിലെയും പടലപ്പിണക്കം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. സർക്കാരിനുള്ളിലെ ചേരിതിരിവ് മൂലം സംസ്ഥാനത്തെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു. BJP നേതാക്കൾ പരസ്പരം പോരടിക്കുകയാണെന്നും അഴിമതിയെക്കുറിച്ച് ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിൽ ആഭ്യന്തര കലഹമുണ്ടെന്ന ആരോപണം BJP തള്ളിക്കളഞ്ഞിട്ടുണ്ട്. രാജ്യത്തും സംസ്ഥാനത്തും BJPയുടെ സർക്കാരും സംഘടനകളും ശക്തമാണെന്ന മൗര്യ ട്വീറ്റ് ചെയ്തിരുന്നു. UPയിൽ SPയുടെ ഗുണ്ടകളുടെ ഭരണത്തിന്റെ തിരിച്ചുവരവ് അസാധ്യമാണ്. 2027 സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ BJP 2017 ആവർത്തിക്കുമെന്നായിരുന്നു മൗര്യയുടെ പ്രതികരണം.